നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്പോട്ട് ലൈവ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വലിയൊരു ചർച്ചാ വിഷയമായി ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുകയാണ്. ആ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തള്ളി യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22 വിവാഹിതയായ യുവതി 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത്. ഒരു മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നതെന്നും യുവതി മൊഴി നൽകിയിരിക്കുകയാണ്. ഭർത്താവുള്ളപ്പോൾ രാഹുലുമായി ബന്ധമെന്നായിരുന്നു ആരോപണം. അതേസമയം യുവതിയുമായുള്ള ശബ്ദരേഖ തന്റേതെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഒരു ഭർത്താവുള്ളപ്പോൾ തന്നെ രാഹുലുമായി ബന്ധം എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഭർത്താവുമായി വെറും 4 ദിവസം മാത്രമേ ഒരുമിച്ച് താമസിച്ചുള്ളൂ എന്നുള്ള മൊഴി യുവതി നൽകുമ്പോൾ ഇനി രാഹുലിന് കുരുക്ക് കൂടുതൽ മുറുകുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതായത് യുവതി നൽകിയിരിക്കുന്ന മൊഴിയിൽ 2024 ഓഗസ്റ്റ് 22 അവരുടെ വിവാഹം കഴിഞ്ഞെന്നും അതിനുശേഷം 1 മാസം മാത്രമേ ആ ബന്ധം തുടർന്നുള്ളൂ. കുടുംബ പ്രശ്നങ്ങൾ മൂലം, അതായത് ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില ഇടപെടലുകൾ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആ ബന്ധം തനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്, തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ കാര്യം രാഹുലുമായി സംസാരിക്കുന്ന സാഹചര്യം വരുന്നു. ഈ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചടക്കം രാഹുലുമായി സംസാരിക്കുന്നത്. അങ്ങനെ രാഹുലുമായി 5 മാസത്തിന് ശേഷമാണ് ഒരു അടുപ്പം ഉണ്ടാകുന്നത്. ആ അടുപ്പമാണ് പിന്നീട് വളർന്ന് അതൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകണം എന്ന താല്പര്യത്തിലേക്ക് വരെ എത്തിയത് എന്നാണ് യുവതിയുടെ മൊഴി. അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുമോ എന്ന ഒരു ആശങ്ക ഉരുത്തിരിഞ്ഞതോടെയാണ് കുഞ്ഞെന്ന കാര്യത്തെപ്പറ്റിയുള്ള ചർച്ച അവിടെ തുടങ്ങുന്നത്. പക്ഷേ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് തങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ കുടുംബത്തിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന ഉറപ്പ് രാഹുൽ നൽകിയെന്നും ഈ യുവതി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ നേരത്തെ പുറത്തു വന്ന സ്ക്രീൻഷോട്ടിലെ വിശദാംശങ്ങളടക്കം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളടക്കം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ പക്കൽ ചില ശബ്ദ സന്ദേശങ്ങളും അതോടൊപ്പം വാട്സാപ്പ് ചാറ്റുകളും അടക്കം, അതായത് രാഹുലിന് യുവതിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്തിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് ഈ തെളിവുകൾ മുഴുവൻ കൈമാറിയതെന്നാണ് വിവരം. അതായത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു തങ്ങളുടേത് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ അഭിഭാഷകർക്ക് കൈമാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ ഏത് തരത്തിലായിരിക്കും വാദങ്ങൾക്ക് വഴിവെക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. വരുന്ന ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, അതിന് സമ്മർദ്ദം ചെലുത്തി, അതിന് അശാസ്ത്രീയമായ മാർഗം തെരഞ്ഞെടുത്ത് സുഹൃത്ത് മുഖേന മരുന്നെത്തിച്ച് നൽകി എന്നതടക്കം യുവതി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് എഫ്ഐആറിൽ 2 പേരെയും, രാഹുലിന്റെയും രാഹുലിന്റെ സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ഈ സുഹൃത്തിനെ അടക്കം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ ഈ മരുന്ന് കഴിച്ചതിന് പിന്നാലെ യുവതിക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന്, അമിത രക്തസ്രാവത്തെ തുടർന്നടക്കം യുവതി ചികിത്സ തേടിയത് തലസ്ഥാനത്തെ ഒരു പ്രമുഖ ഡോക്ടറുടെ അടുത്താണ്. ആ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അങ്ങനെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ യുവതി മൊഴിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ ഡോക്ടർ ആവർത്തിക്കുന്ന സാഹചര്യം വന്നാൽ അത് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്ക്, രാഹുലിന്റെ നില പരുങ്ങലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. എന്തായാലും കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ, കോടതിയുടെ തീരുമാനം അതൊക്കെയാണ് ഇതിൽ നിർണായകമായി മാറുക. ഒരുപക്ഷെ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ തിങ്കളാഴ്ച അത് ഫയലിൽ സ്വീകരിക്കുമെന്ന വിവരമായിരുന്നു ആദ്യം വന്നതെങ്കിൽ പിന്നീട് അത് ബുധനാഴ്ചത്തേക്ക് മാറ്റി 3-ാം തീയതിയിലേക്ക് മാറ്റിയെന്നാണ് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിനിടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് തിടുക്കത്തിലൊരു നീക്കം രാഹുലിന് വേണ്ടി ഉണ്ടാകുമോ, അതോ രാഹുൽ സ്വമേധയാ കീഴടങ്ങാനുള്ള ഒരു ശ്രമം നടത്തുമോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അഭ്യൂഹം നിറയുകയാണ്.
ഞാൻ അതുപോലെ തന്നെ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ യുവതി ആദ്യ ഭർത്താവുമായി ബന്ധമൊഴിയുന്നത്, അതിനുശേഷം 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി ബന്ധമുണ്ടാകുന്നത് എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യം തൊട്ട് തന്നെ രാഹുലിന് നേരെ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകുന്നു, അതിനുശേഷം പെൺകുട്ടി ഗർഭിണിയാകുന്നു, ആ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ്. ഇതൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുകയല്ലേ ഇങ്ങനെ വരികയാണെങ്കിൽ? ആദ്യത്തെ ബന്ധം ഒഴിഞ്ഞതിന് ശേഷമാണ് രാഹുലുമായുള്ള ബന്ധം തുടരുന്നത്, ബന്ധം ആരംഭിക്കുന്നത് എന്നുള്ള ഒരു നില വരുമ്പോൾ രാഹുൽ പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നു, വിവാഹ വാഗ്ദാനം നൽകി ചതിക്കുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുകയല്ലേ അവിടെ? അത് കോടതിയിലാണ് ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതിയുടെ വാദമുഖങ്ങളിലാകും ആ കാര്യങ്ങളുടെ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ BNS-ലെ സെക്ഷൻ 86 അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിനിടയിൽ വെളിപ്പെടുത്തിയ അതേ കാര്യങ്ങൾ തന്നെ ഇന്നലെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുമ്പിലും 164 സ്റ്റേറ്റ്മെന്റായി അഥവാ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനൊരു നിയമസാധുത കൈവരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ മൊഴി മാറ്റി പറഞ്ഞാൽ യുവതി പ്രതിപട്ടികയിൽ ഉൾപ്പെടും, പ്രതിയായി മാറും. അതുകൊണ്ട് അങ്ങനെ മൊഴി മാറ്റാൻ ഇനി കഴിയില്ല. സ്വമേധയാ എന്താണ് ഉണ്ടായ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ എന്താണ്, 2025 മാർച്ച് മാസം 17-ാം തീയതിക്കും അതേ വർഷം 2025 മെയ് 30-നും ഇടയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് രഹസ്യമൊഴിയായി അടക്കം നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് സാധൂകരിക്കുന്ന തെളിവുകൾ, കൈവശമുള്ള തെളിവുകൾ കൂടി യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ, FIR-ലെ വിശദാംശങ്ങൾ അടക്കം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലുണ്ടാകും. ആ റിപ്പോർട്ടിൽ നിലവിലെ പരിശോധനയിലെ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ കൂടി വ്യക്തമായി പരാമർശിച്ചുകൊണ്ടായിരിക്കും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൽ രാഹുലിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാമർശങ്ങൾ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാകും മുൻകൂർ ജാമ്യം അതിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിലൊക്കെ ഒരു വ്യക്തത വരാനിരിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ ഈ രാഹുലിന്റെ ശബ്ദരേഖ അത് തന്റേത് തന്നെയാണെന്ന് രാഹുൽ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. അതും രാഹുലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയില്ലേ? രാഹുൽ പ്രത്യക്ഷമായി അത് തന്റേതാണെന്ന് പറയുകയല്ല. അവിടെ കൃത്യമായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ അടുപ്പത്തിലായിരുന്ന സമയത്തെ ഓരോ മോമെന്റും അത് റെക്കോർഡ് ചെയ്ത് വോയിസ് റെക്കോർഡായും അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളായും പകർത്തി വെക്കാറുണ്ടായിരുന്നു എന്നാണ്. അതിലൂടെ ഈ പുറത്തു വന്ന ശബ്ദരേഖകൾ, ഇതിനോടകം പുറത്തു വന്ന ശബ്ദരേഖകൾ രാഹുലിന്റേതാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം. അവിടെ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യം ഇരയുടെ ഭാഗത്തു നിന്നുള്ള സ്ക്രീൻഷോട്ടുകളും വോയിസ് ചാറ്റുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. സമാനമായ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം യുവതി നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള സൗഹാർദ്ദത്തിനിടയിൽ യുവതി നടത്തിയ ചില സംഭാഷണങ്ങളുടെ ഭാഗങ്ങൾ കൂടി രാഹുലിന്റെ കൈവശം ഉണ്ടായെന്നാണ് അറിയുന്നത്. അതോടൊപ്പം ഈ ചില വാട്സാപ്പ് ചാറ്റുകളുടെ രേഖകൾ അടക്കമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് അഭിഭാഷകരെ കൈമാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയിലേക്ക് ഇത് രണ്ടും വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നതാണ് കേസിന്റെ ഗതി ഇനി നിർണ്ണയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച് കൂടാതെ നഗ്നചിത്രങ്ങൾ കാണിച്ച് യുവതിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ ഉയർന്നിരുന്നു. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ രാഹുലിന് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതിൽ അതൊരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയല്ലേ ഡാൻ? അതിലിപ്പോൾ നമുക്ക് ഉത്തരം പറയാനാകില്ല. അതിൽ ഈ കേസിന്റെ ഗതി എങ്ങനെയാകും, അതിനുശേഷം കോടതി അതിൽ ഏത് തീരുമാനമെടുക്കും, മറ്റേതെങ്കിലും പരാതികൾ ഇനി രാഹുലിനെതിരെ ഉയർന്നു വരുമോ, അങ്ങനെ പരാതികൾ വന്നാൽ അത് നിയമ സംവിധാനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമോ, അങ്ങനെ എത്തിയാൽ കോൺഗ്രസ് അതിൽ ഏത് നിലപാട് സ്വീകരിക്കും, അങ്ങനെ തുടർ പരാതികൾ ഉണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് രാഹുലിനെതിരെ കടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത്. അതല്ല എങ്കിൽ നിലവിലെ സസ്പെൻഷൻ തന്നെ തുടരാനാണ് സാധ്യത. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുലിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനുവിന്റേതാണ് അധിക്ഷേപ പരാമർശം. രാഹുലിനെ പിന്തുണച്ചും യുവതി അധിക്ഷേപിച്ചുമാണ് പോസ്റ്റ്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശി, ഇപ്പോൾ യുവതിയെ എന്തെങ്കിലും തരത്തിൽ യുവതിയുടെ ഭാഗത്താണ് തെറ്റെന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എന്താ പറയാ യുവതിയുടെ ഭാഗത്താണ് തെറ്റെന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ ശബരിമല വിഷയം അതിനെ കുഴിച്ചു മൂടുന്നതിനായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണിത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണോ കരുതാൻ? തീർച്ചയായും അത് തന്നെയാണ് കാരണം മഹിളാ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവാണ് ഇത്തരത്തിൽ ഈ രാഹുലിനെ അനുകൂലിച്ചും പിന്തുണച്ചും ഒപ്പം ഈ അതിജീവിതയെ അധിക്ഷേപിച്ചും കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം വ്യക്തമാണ്. വളരെ മോശമായ രീതിയിലുള്ള പരാമർശത്തിനാണ് അതിജീവിതയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. ഭർത്തൃമതിയായ ഇരയുടെ തുര കൊള്ളാം എന്നാണ് ഒരു പോസ്റ്റിലുള്ളത്. മറ്റു പോസ്റ്റിലൊക്കെ വളരെ മോശമായ രീതിയിലാണ് പരാമർശമുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കോൺഗ്രസിലെ ചില ആൾക്കാർ, ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ, പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കം മുതൽ ഇത്തരത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട്. ചിലർ രാഹുലിന്റെ നടപടിയെ പ്രതികൂലിച്ചും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷേ വനിതാ നേതാക്കൾ ഇത്തരത്തിൽ ഈ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കളാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പരാമർശം അതിജീവിതയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇക്കാര്യത്തിൽ കൃത്യമായ കോൺഗ്രസ് ലെവലിൽ തന്നെ ഒരു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുള്ള നിലപാടുള്ള വനിതാ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പരാമർശമാണ്, ഒരു പോസ്റ്റ് അല്ല, പലതരത്തിലുള്ള പോസ്റ്റ്, 1-2 പോസ്റ്റാണ് ഈ മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയായ ബിനു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റുകൾ നീക്കം ചെയ്യാനും തയ്യാറായിട്ടില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേതാക്കളോട് അന്വേഷിച്ചപ്പോൾ അത്തരം കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നിലപാടുകൾ, അതായത് ഈ അതിജീവിതയെ മോശമാക്കി കാണിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ മറ്റ് ഭാഗത്തുള്ള ആളുകൾ, അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു, മറ്റൊരു വിഭാഗം രാഹുലിനെ എതിർത്തും നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും വളരെ മോശം രീതിയിൽ തന്നെയാണ് ഈ പരാമർശം ഉള്ളതാണ്. പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ, അത് സാധാരണമല്ല, നമുക്കറിയാം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വനിതാ നേതാക്കളാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയിട്ടുള്ളത്. ഫേസ്ബുക്കിൽ അതും മോശമായ ഭാഷയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. നമുക്ക് പറയാൻ പോലും കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വാക്കുകൾ ഇതിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി പറയാനുള്ള കാരണം. ഈ ഇരയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന സമീപനം ഇപ്പോഴും തുടരുന്നു. അത് നേരത്തെ പരാതിയുണ്ട്. നമുക്കറിയാം, ഈ രാഹുൽ കേസിലൊക്കെ അകപ്പെട്ടതിന് ശേഷം ഈ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് വരുമ്പോഴും ഈ ഇരയെ അതിജീവിതയെ ഈ അത്തരത്തിൽ അധിക്ഷേപിച്ചുള്ള പോസ്റ്റുകൾ വരുമ്പോൾ തന്നെ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വനിതാ നേതാക്കൾ വരുന്നതാണ് ഏറെ ഒരു എടുത്തു പറയേണ്ട കാര്യം. അത് രാഹുലിന് പിന്തുണ വനിതാ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശിനാരായൺ, ഈ സ്ത്രീകൾ തന്നെ ഇരയ്ക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസിൽ നിന്നുള്ള സജിന അടക്കമുള്ള പെൺകുട്ടികൾ രാഹുലിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്തെത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ തന്നെ ചേരി തിരിഞ്ഞുള്ള ഒരു വലിയ ഒരു ഇരുവരും തമ്മിലുള്ള ഒരു സംഘടനമായി ഈ ഒരു വിഷയം മാറുകയാണെന്ന് വേണോ നമ്മൾ കരുതാൻ? തീർച്ചയായും കോൺഗ്രസ് തന്നെ ഈ തരത്തിലൊരു സംഘടന എന്ന് പറയുന്നത് 2 വിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിൽ ആളുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, KC വേണുഗോപാലിന്റെ ഭാര്യ തന്നെ ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുലിന് അനുകൂലമായിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പല തരത്തിലുള്ള വനിതാ നേതാക്കൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ വരുന്നത്. അത് പക്ഷേ അതിലുപരിയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ സംബന്ധിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിൽ, അതും മോശം പരാമർശം ആ തരത്തിലേക്ക് പോസ്റ്റുകൾ ഇടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. സാധാരണ വനിതാ നേതാക്കൾ അത്തരത്തിൽ പരാമർശങ്ങൾ നടത്താൻ, സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അത്തരത്തിൽ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള കാര്യം കൂടി പൊതുസമൂഹം പറയുന്നതാണ്. പക്ഷേ വനിതാ നേതാക്കൾ, കോൺഗ്രസിലെ തന്നെ ആളുകൾ അതിജീവിതയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇടുന്നു. ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇടുന്നു. അത് തടയുന്നതിന് വേണ്ടി നമ്മൾ നേതാക്കന്മാരെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു എന്ന് നമ്മൾ സമീപിക്കുമ്പോൾ നേതാക്കൾ അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്
ഇക്കാര്യത്തിലുള്ള കാര്യം. സ്വാഭാവികമായും നേതാക്കൾ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടി ഇക്കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത്തരത്തിൽ പരാമർശം നടത്താൻ പാടില്ല എന്നുള്ള കാര്യം ഒരു വിലക്ക് ഏർപ്പെടുത്തണോ അല്ലെങ്കിൽ അവരെ ശാസിക്കുന്നതിന് പോലും ജില്ലാ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിനുണ്ട്, അതുപോലെ തന്നെ പ്രതികൂലിക്കുന്ന ആളുകളും കോൺഗ്രസിലുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്ന കാര്യം വ്യക്തമാണ് ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ. ശശിനാരായൺ, ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരാതെ, രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാതെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരമുള്ള പോസ്റ്റുകൾ യുവതികൾ തന്നെ ഇട്ടുകൊണ്ട് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒരു ഒഴിഞ്ഞുമാറൽ, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ നേതാവിന് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലൊരു ഒഴിഞ്ഞുമാറൽ കൂടി ആയിരിക്കുമോ ഇത്? അത്തരത്തിൽ സ്വർണ്ണക്കവർച്ച കേസ് സർക്കാർ അട്ടിമറിച്ചു. അത് സർക്കാരിന്റെ അത് മറയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു അടവാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെയുള്ള കേസ് എടുത്തിട്ടുള്ളതെന്നുള്ള രീതിയിലൊക്കെ ചില വനിതാ നേതാക്കന്മാരും പറയുന്നുണ്ട്. അതായത് UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് തന്നെ കഴിഞ്ഞ ദിവസം പത്രത്തിലാണ് പറഞ്ഞത്. കാരണം സ്വർണ്ണക്കൊള്ള കേസ് അത് മറയ്ക്കുന്നതിന് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി അത് എല്ലാ കാലത്തും ഇത്തരത്തിൽ സ്ത്രീ വിഷയമായുള്ള ചില കേസുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സ്ത്രീകൾ, വനിതാ നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിലേക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന നേതാക്കൾ കൂടി രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ഒപ്പം ഇതേ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കും ഇത്തരം പോസ്റ്റുകൾ തുടർച്ചയായിരുന്നു 1, 2, 3 പോസ്റ്റുകൾ ഇടുന്നു. അത് നീക്കം ചെയ്യാനും ശ്രദ്ധയിൽ വിവാദമായതിനു ശേഷം അത് നീക്കം ചെയ്യാനും തയ്യാറായിട്ടില്ല. എന്തായാലും നേതൃത്വം ഇക്കാര്യത്തിൽ നമ്മൾ നേതൃത്വത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മറുപടി പറയാനോ തയ്യാറായിട്ടില്ല. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി. അതായത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ 2 തരത്തിൽ ആളുകൾ, അതായത് രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ആളുകൾ, നേതാക്കളുണ്ട്. അത് വനിതകളുടെ ഭാഗത്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തായാലും ഇത്തരത്തിൽ നേതാക്കളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്റെ സൂചനകളാണ് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശിനാരായൺ, അതുപോലെ തന്നെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, അതിനൊരു തടയിടാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? അത് പ്രധാനമാണ്. തീർച്ചയായും ഇത്തരം പോസ്റ്റുകൾ വരുമ്പോൾ എന്തായാലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ള കാര്യങ്ങൾ ചില നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്ന നേതാക്കളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വനിതാ നേതാക്കളെ പൂർണ്ണമായി ഈ തെറ്റും ശരിയും അറിയാതെ തന്നെ കൃത്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വനിതാ നേതാക്കൾ, അതാണ് ഈ അതിജീവിത സ്ത്രീയുടെ കാര്യമായി ബന്ധപ്പെട്ട് അവരെ മോശമായി പരാമർശിക്കുന്ന വാക്കുകൾ തന്നെ വളരെ മോശപ്പെട്ട പരാമർശങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത്. അതാണ് പ്രശ്നം. വനിതകളാണ് അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നത്. അത് വലിയ അതിജീവിതയെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ അവർക്ക് വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് ഈ കേസ് നടക്കുന്ന കാര്യത്തിൽ രാഹുൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന കാര്യത്തിൽ അതിലുള്ള കാര്യങ്ങൾ പിന്നീട് കേസ് നടന്നതിന് ശേഷം മറ്റു കാര്യങ്ങളിലൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നടപടിയിലേക്കും മറ്റു കാര്യമെന്നൊക്കെയാണ് ഈ നേതാക്കൾ പറയുന്നത്. പക്ഷെ അതിലുപരി രാഹുൽ ഇക്കാര്യത്തിൽ തെറ്റുകാരനല്ല, ഈ അതിജീവിതയാണ് കുഴപ്പക്കാരി എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നത്. അത് നിയന്ത്രിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല, അതിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. നമ്മൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അക്കാര്യത്തിലൊന്നും ഈ പോസ്റ്റുകൾ പിൻവലിക്കാനോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഈ പോസ്റ്റിട്ട വനിതാ നേതാക്കളും തയ്യാറായിട്ടില്ല. കോൺഗ്രസ് എന്നാലും വനിതകളുടെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ രംഗത്ത് വരുന്നത് വലിയ രീതിയിൽ അടുത്ത സമയത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല നേതാക്കളും ഇത്തരത്തിൽ രാഹുലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്, വനിതാ നേതാക്കൾ. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള ഇരയെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് കോൺഗ്രസിൽ നിന്നുള്ള യുവതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ഒതായി മനാഫ് വധക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക 2-ാം സാക്ഷി ഫാത്തിമയ്ക്ക് കൊടുക്കണമെന്നും കോടതി വിധിച്ചു. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷഫീഖ്. CV അനുമോദ് ചേരുന്നുണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, 3 പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടം, അതിനൊടുവിലാണ് വിധി വരുന്നത്. എന്തായിരുന്നു ഈ കേസിന്റെ നാൾവഴികൾ? 1995 ഈ ഒരു കൊലപാതകം സംഭവിക്കുന്നത്. മനാഫും PV അൻവറിന്റെ മുൻ MLA PV അൻവറിന്റെ കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട്
മനാഫിന്റെ ഓട്ടോറിക്ഷ തടഞ്ഞ് തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. 1995 സംഭവം നടന്നത്. പിന്നീട് ഏറെക്കാലം ഈ ഒരു കേസിൽ അന്വേഷണമോ കാര്യമായിട്ടുള്ള നടപടികളോ ഇല്ലാതെ പോവുകയും കേസിലെ പല പ്രതിപട്ടികളുണ്ടായിരുന്നവർ, അൻവറിന്റെ പിതാവ് അടക്കമുള്ളവർ മരണപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. തുടർന്ന് 2009 അൻവർ അടക്കം 21 പേരെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നു. അതായത് ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂറുമാറിയതിനെ തുടർന്നാണ് ഇവരെല്ലാം തന്നെ കുറ്റവിമുക്തരാക്കിയത്. ഈ കേസിൽ പിന്നീട് 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതി അടക്കം 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ 2019-20 കാലഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാം തന്നെ വിദേശത്തായിരുന്നു. ഇന്റർപോളിന്റെയും മറ്റും സഹായത്തോടെ ആണ് ഇവരെ പിടികൂടിയത്. തുടർന്ന് വിചാരണ പുനരാരംഭിക്കുകയും ആ വിചാരണയിലാണ് ഇപ്പോൾ 1-ാം പ്രതി ഷഫീഖിനെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ കൊലക്കുറ്റം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയത് തെളിയിക്കാൻ കഴിഞ്ഞതായി വിചാരണയിൽ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് 1-ാം പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. ഈ പിഴത്തുക മനാഫിന്റെ സഹോദരിക്ക് 2-ാം സാക്ഷിയാണ് അവർക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണെങ്കിലും ഏറെ കാലം നീണ്ട ആ ഒരു നിയമ പോരാട്ടത്തിന്റെ പര്യവസാനത്തിൽ മുഖ്യപ്രതിയെ മാത്രം കോടതി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് പ്രതികളെ വെറുതെ വിട്ടതിന്റെ നടപടിക്കെതിരെ ഇതിനോടകം തന്നെ മനാഫിന്റെ കുടുംബം ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ വിധിയിലും 3 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. അതും ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകും ഇക്കാര്യത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ച് കുടുംബം പ്രതികരിച്ചിരുന്നു. എന്നാണെങ്കിലും മുഖ്യപ്രതി ശിക്ഷിക്കപ്പെട്ടതിൽ സംതൃപ്തിയുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായി മനാഫിന്റെ കുടുംബം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുമോദ്, അതുപോലെ തന്നെ 4 പ്രതികൾ ഏകദേശം 25 വർഷത്തോളം ഒളിവിലായിരുന്നു. അതിനൊക്കെ ഒടുവിൽ മനാഫിന്റെ സഹോദരൻ നടത്തിയ നിയമ പോരാട്ടം, അതിനൊക്കെ ഒടുവിലാണ് ഈ വിധി വരുന്നത്. ഇതിൽ മനാഫിന്റെ കുടുംബം വിധി വരുന്ന സമയത്ത് അവിടെ കോടതിയിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? മനാഫിന്റെ പിതൃ സഹോദരൻ പള്ളിപ്പറമ്പൻ അബൂബക്കർ അടക്കമുള്ളവരാണ് ഇവിടേക്ക് കോടതിയിലേക്ക് എത്തിയിരുന്നത്. അവരുടെ ആദ്യത്തെ പ്രതികരണം ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം PV അൻവറിന്റെ രാഷ്ട്രീയ സ്വാധീനം ഈ ഒരു വിചാരണയെ, ഈ ഒരു അന്വേഷണത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അൻവറിനെ അടക്കമുള്ളവർ കുറ്റവിമുക്തരാക്കിയത് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണെന്ന ആക്ഷേപവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. വിചാരണയ്ക്കിടെ സർക്കാർ തലത്തിൽ സമ്മർദ്ദം ഉണ്ടായിരിക്കാമെന്നാണ് കുടുംബത്തിന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കുറ്റവിമുക്തരാക്കുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാണെങ്കിലും അവസാനം പ്രധാന പ്രതിക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇതിനു മുൻപുണ്ടായിരുന്ന പല നടപടികളും നീക്കങ്ങളും അത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുണ്ടായതാണെന്ന ഒരു ആക്ഷേപവും ഒരു പരാതിയും കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുമോദ്, അതുപോലെ തന്നെ ഈ 1-ാം പ്രതിയായ ഷഫീഖ് അത് PV അൻവറിന്റെ സഹോദരി പുത്രനാണെന്ന് പറയുമ്പോൾ കേസിന്റെ തലം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുക കൂടി ചെയ്യുന്നില്ലേ? ഈ ഒരു കേസ് നടക്കുന്നത് 1995 അന്ന് അൻവറിന്റെ പിതാവ് ഷൗക്കത്ത് അലി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. അദ്ദേഹം 7-ാം പ്രതിയായിരുന്നു. അൻവറിന്റെ പിതാവ് ഷൗക്കത്ത് അലി, അദ്ദേഹം അന്ന് കോൺഗ്രസ് നേതാവാണ്. അന്ന് അൻവർ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ആ കേസിലെ തന്നെ അൻവറിന് പുറമെ അൻവറിന്റെ സഹോദരി പുത്രന്മാരായ ഷഫീഖും സിയാദും ഷെരീഫും അങ്ങനെ 3 മക്കൾ, അൻവറിന്റെ 3 അനന്തരവന്മാർ കേസിൽ പ്രതികളായിരുന്നു. അതിന് പുറമെ അൻവറിന്റെ പിതാവ് കേസിലെ 7-ാം പ്രതിയായിരുന്നു. ആ അൻവറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ മനാഫുമായി ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യവും മറ്റു പ്രശ്നങ്ങളുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു കോടതിയുടെ ഭാഗത്തേക്ക് മുൻപിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഇവരുടെ കുറ്റവിമുക്തരാക്കിയ നടപടി അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഉയർന്നിരുന്നതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അൻവർ MLA ആയിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് അദ്ദേഹം MLA ആയത്. ഇനിയിപ്പോൾ അൻവർ MLA അല്ല, ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ ഒരു വിധിക്കെതിരായ ഹർജി
ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. എന്താണെങ്കിലും ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് മനാഫിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പ്രതി മാത്രമാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെയുള്ള സാക്ഷിമൊഴികൾ അത് പ്രധാന സാക്ഷി കൂറുമാറിയതോടെ ഇല്ലാതെയാവുകയും അത് പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യുമെന്ന നിലപാട് തന്നെയാണ് മനാഫിന്റെ കുടുംബത്തിനുള്ളത്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 1995 നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തിലാണ് ഇപ്പോൾ 2025 വിധി വന്നിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ 3-ാം പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മണികണ്ഠനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ഇയാളെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടികൂടിയിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇപ്പോൾ നടി ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി വരാനിരിക്കുകയാണ്. അപ്പോൾ 3-ാം പ്രതി ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയരുകയാണ്. അനുശ്രീ, ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. പാലാരിവട്ടം തമ്മന ഭാഗത്ത് വെച്ചാണ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഈ മണികണ്ഠനെ പോലീസ് പിടികൂടുന്നത്. കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. ഈ മണികണ്ഠൻ സ്ഥിരമായി പ്രശ്നക്കാരനാണെന്ന് തന്നെയാണ് നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. താക്കീത് നൽകി, ഇനി ഇത്തരത്തിലുള്ളൊരു ബഹളം ഉണ്ടാക്കരുതെന്ന് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. തൊട്ടടുത്തുള്ള കടയിൽ, അതായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ തൊട്ട് സമീപമുള്ള കടയിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഈ മണികണ്ഠൻ. ഉടനെ തന്നെ പോലീസ് ഇത് കാണുകയും പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും ഞരമ്പിലെ മുറിവ് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കല്ല മണികണ്ഠൻ ഏറ്റിട്ടുള്ളത്. പിന്നീട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയക്കുന്ന സാഹചര്യമാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ നമുക്കറിയാം, അതിന്റെ വിധി 8-ാം തീയതി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് 3-ാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസ് പറയുന്നത് പ്രകാരം മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള പരാക്രമം കാട്ടിക്കൂട്ടിയതാണ്. ഇതിൽ മറ്റ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഈ വിധി ദിനത്തിൽ മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാക്രമം മണികണ്ഠൻ കാട്ടിക്കൂട്ടിയത്. എന്തായാലും ഇപ്പോൾ മണികണ്ഠന്റെ ആരോഗ്യസ്ഥിതിക്ക് മറ്റ് ആശങ്കപ്പെടേണ്ടതൊന്നും തന്നെയില്ല. കേസിലെ 3-ാം പ്രതിയാണ്. ഈ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതി തന്നെയാണ് മണികണ്ഠൻ. ഈ അന്നത്തെ ദിവസം, അതായത് നടിയെ ആക്രമിക്കുന്ന ദിവസം നടിയെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സോണി ശാരീരികമായി ഉപദ്രവിക്കുന്ന ദിവസം തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മണികണ്ഠൻ. അതുകൊണ്ട് തന്നെ ഈ കേസിലെ സുപ്രധാന പ്രതി കൂടിയായിട്ടുള്ള 3-ാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികത ആദ്യം തോന്നിയെങ്കിലും പോലീസ് പറയുന്നതനുസരിച്ച് മദ്യലഹരിയിൽ ഇയാൾ കാട്ടിക്കൂട്ടിയതാണ് ഇതൊക്കെ എന്നാണ് വിശദീകരിക്കുന്നത്. നാമി, അതുപോലെ തന്നെ വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മണികണ്ഠന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടായിരുന്ന യഥാർത്ഥ ഉദ്ദേശം, മണികണ്ഠന്റെ ഉദ്ദേശം എന്നുള്ള തരത്തിൽ മണികണ്ഠന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? അനുസരിച്ച് എന്തായാലും ഈ പ്രതികൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മണികണ്ഠന്റെ പ്രതികരണം നമുക്ക് തേടാനും സാധിക്കുകയില്ല. പോലീസ് പറയുന്നതനുസരിച്ച് മദ്യലഹരിയിൽ ഇയാൾ അത് കാട്ടിക്കൂട്ടിയതാണ്. അതിനപ്പുറത്തേക്ക് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പോലീസിനോടും അക്കാര്യം തന്നെയാണ് മണികണ്ഠൻ പറയുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ചു എങ്കിൽ പോലും അത് ഗുരുതരമായിട്ടുള്ള മുറിവല്ല. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ ആ മുറിവ് ചികിത്സിക്കാനും പോലീസിന് കഴിഞ്ഞു. സ്ഥിരമായി മദ്യപിച്ച് ആ പരിസരങ്ങളിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് മണികണ്ഠൻ എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. പലതവണയാണ് പോലീസ് മണികണ്ഠനെ കസ്റ്റഡിയിലെടുക്കുകയും ഇത്തരത്തിൽ താക്കീത്
നൽകി വിടുകയും ഒക്കെ ചെയ്തത്. പക്ഷെ വീണ്ടും അത്തരത്തിലുള്ള ഈ പരാക്രമം ആവർത്തിക്കുകയായിരുന്നു, ബഹളം ആവർത്തിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം ഇങ്ങനെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്തായാലും എന്താണ് ഇതിന്റെ പിന്നിലുള്ള മണികണ്ഠൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസ് പറയുന്നതനുസരിച്ച് മദ്യലഹരിയിലാണ് ഈ പ്രതി ഇങ്ങനെ ചെയ്തതെന്നാണ്. നവമി, ഡിസംബർ 8-ന് വിധി വരാനിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ എല്ലാ പ്രതികളും ഹാജരാകണമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മണികണ്ഠൻ ഈ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ അയാൾക്ക് കോടതിയിലെത്താൻ സാധിക്കുമോ? അനുശ്രീ, അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഗുരുതരമായിട്ടുള്ള മുറിവല്ല മണികണ്ഠനുള്ളത്. പുലർച്ചെ ഈ സംഭവം നടന്ന് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകി മണികണ്ഠനെ വിട്ടയച്ചിട്ടുണ്ട്. മണികണ്ഠന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഞരമ്പ് മുറിച്ചെങ്കിൽ പോലും അത് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നാണ് പോലീസും ആശുപത്രിയിൽ നിന്നും പറയുന്നത്. അതുകൊണ്ട് എന്തായാലും 8-ാം തീയതി വിധി ദിനത്തിൽ മണികണ്ഠൻ കോടതിയിലേക്ക് എത്തുമെന്നാണ് ഇതുവരെയും നമുക്ക് ലഭിക്കുന്ന വിവരം. നാമിയെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ മദ്യലഹരിയിൽ മുൻപ് ചെയ്ത തെറ്റുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ചില ആളുകളെ പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതുപോലെ ഒരു ശ്രമമായിരുന്നോ മണികണ്ഠന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് എന്നുള്ളൊരു സംശയവും ഇപ്പോൾ ഇല്ലാതിരിക്കില്ലല്ലോ. അനുശ്രീ, എന്തായാലും നമുക്ക് അത്തരത്തിൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി മനസ്താപം വന്നിട്ടാണോ മണികണ്ഠൻ ഇങ്ങനെ ഞരമ്പ് മുറിച്ചതെന്നും അറിയില്ല. എന്തായാലും പോലീസ് അക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ മണികണ്ഠൻ കൂടുതൽ പ്രതികരണങ്ങളൊന്നും മാധ്യമങ്ങളോടും നടത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് മണികണ്ഠൻ പ്രതികരിക്കുമോ അല്ലെങ്കിൽ പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കാം. ശരി നാമി, ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത നടൻ അമിത് ചക്കാലക്കലിന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകി. ലാൻഡ് ക്രൂയിസർ വാഹനമാണ് വിട്ടു നൽകിയത്. അമിതിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ തീരുമാനം. ബോണ്ടിന്റെയും 20% ബാങ്ക് ഗ്യാരണ്ടിയുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. അമിതിന്റെ ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങളുടെ കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഒരുപാട് ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇത്തരത്തിൽ നടന്മാരുടെ വാഹനങ്ങൾ, അമിത് ചക്കാലക്കലിന്റെയും ദുൽഖർ സൽമാന്റെ അടക്കം വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ. ഇപ്പോൾ അത് അമിത് ചക്കാലക്കലിന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ ദുൽഖർ സൽമാന്റെ വാഹനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിട്ടു നൽകുന്നു. സമാന രീതിയിൽ തന്നെയാണ് ഈ നടപടി. അമിത് ചക്കാലക്കൽ നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അമിത് ചക്കാലക്കലിന്റെ വാഹനം വിട്ടുകൊടുത്തിരിക്കുന്നത് ഗ്യാരണ്ടിയും, അതായത് 20% തുക കെട്ടിവയ്ക്കുകയും ബാങ്ക് ഗ്യാരണ്ടിയും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, അതായത് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരത്തെ കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ സമ്പാദിച്ചിരുന്നു. കാരണം മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വാഹനങ്ങൾ വിട്ടുകൊടുക്കാമെങ്കിൽ അത് കൊടുക്കുക, അത്തരം കാര്യങ്ങൾ പരിശോധിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതേ തുടർന്ന് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ വിട്ടുകൊടുത്തിരുന്നു. തുടർന്നാണ് അമിത് ചക്കാലക്കൽ അപേക്ഷയുമായി വരുന്നത്. അമിത് ചക്കാലക്കലിൻ്റെ ആദ്യ വാഹനമാണ് ഇപ്പോൾ വിട്ട് നൽകിയിരിക്കുന്നത്. ഇനിയും വാഹനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുടെ രേഖകളും മറ്റും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ട് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ നടന്മാർ ഇവിടെ കോടതിയെ അടക്കം സമീപിക്കുകയും ചെയ്തത്. തങ്ങൾ നിയമപരമായി വാങ്ങിയ വാഹനങ്ങളാണ്, ഇതിൻ്റെ എല്ലാം തന്നെ രേഖകളും അനുബന്ധമായ മറ്റ് രേഖകളും എല്ലാം തന്നെ തങ്ങളുടെ പക്കലുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന രീതിയിൽ അന്വേഷിക്കാനുള്ള ഒരു നിർവാഹം ഇപ്പോഴില്ല. കാരണം തങ്ങൾ വാങ്ങിച്ചത് പല തവണകളായി ഉപയോഗിച്ച് കൈമറിഞ്ഞ് വന്നവരുടെ വാഹനങ്ങളാണ്. വളരെ വർഷങ്ങളായി ഇത് രാജ്യത്തെ നിരത്തുകളിൽ തന്നെ നിയമാനുസൃതം ഓടിക്കുന്ന വാഹനങ്ങളാണ്. അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു RC ഓണറെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനഗതിയിൽ ഉപയോഗിക്കുന്ന തങ്ങൾക്ക് ചോദിച്ചാൽ അതിന് പരിമിതികളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കാരണം അത് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നൽകാൻ മോട്ടോർ വാഹന വകുപ്പിന് നിലവിൽ ഏറ്റവും ആദ്യത്തെ അടക്കമുള്ള വാഹനം ഉടമ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നൽകാനുള്ള പരിമിതികൾ മോട്ടോർ വാഹന വകുപ്പിന് തന്നെയുള്ള കാര്യം ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം
തന്നെ കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നു. ഇതിനുശേഷമാണ് കോടതി അതിൻ്റെ വ്യവസ്ഥകൾ നിശ്ചയിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിനനുസരിച്ച് കോടതി നിർദ്ദേശപ്രകാരം കസ്റ്റംസ് ആണ് ഇതിൻ്റെ വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത്. കാരണം ഇത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് സമർപ്പിക്കാൻ കഴിയണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്ന് അതിന് ഉപാധികൾ വെച്ചിരുന്നു. അത് ഈ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ, തുക അടക്കമുള്ള കാര്യങ്ങൾ കെട്ടിവെക്കുക എന്നതാണ് നിർദ്ദേശിച്ചിരുന്നത്. ആ തുക കെട്ടിവെക്കാനായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ അമിത് ചക്കാലക്കലും അടക്കം സഹകരിക്കുകയും അവരത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഖറിൻ്റെ വാഹനം വിട്ടുകൊടുത്തതിൻ്റെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അമിത് ചക്കാലക്കലിൻ്റെ വാഹനവും വിട്ടുകൊടുത്തിരിക്കുന്നത്. ഏതായാലും ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിരുന്നു. ഇത് വാഹനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലേക്ക് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയുമില്ല. അതിനിടയിലാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ നടന്മാർ കോടതിയടക്കം സമീപിക്കുകയും ചെയ്യുന്ന രീതികളുണ്ടായത്. ടാനി, അതുപോലെ തന്നെ ഈ വണ്ടി തിരികെ ലഭിക്കുന്നതിനായി അമിത് ചക്കാലക്കലിന്റെ കയ്യിലുള്ള രേഖകളൊക്കെ ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഈ വണ്ടി ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നുള്ളതിൽ അന്വേഷണം തുടരുകയാണോ? അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യവസ്ഥകളും കാര്യങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് നടക്കണം. കാരണം ഈ ഓപ്പറേഷൻ മുൻകൂർ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ്. ഇവർ രണ്ടുപേരെ കാർ പിടിച്ച് നൽകിയ ഒരു സംഭവമല്ല. വലിയ രീതിയിലുള്ള പരിശോധനകൾ രാജ്യത്തെ കേന്ദ്രീകരിച്ച് നടക്കിയിരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ മതിയായ രേഖകളുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. ഇതിന് ഇവർക്ക് നൽകാവുന്നതത്രയും ഉള്ള രേഖകളെല്ലാം തന്നെ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ അത് നേരത്തെ നൽകിയ കോടതി രേഖകളിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്. കാരണം തങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട അതിനു മുൻപുള്ള ഇതിൻ്റെ ഒരു RC ഓണർ മാത്രമാണ് തങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുകയെന്നും അതിനു മുൻപ് ഇത് ആരുപയോഗിച്ചിരുന്നത് തങ്ങൾക്ക് ഈ വാഹനക്കടത്തുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ഇവർ പ്രധാനമായും പറഞ്ഞിരുന്നത്. കാരണം ഈ വാഹനങ്ങൾ നേരിട്ട് തങ്ങൾ വാങ്ങിയതല്ല, പലരിലൂടെ കൈമറിഞ്ഞ് തങ്ങൾക്ക് എത്തിയതാണ്. അപ്പോഴും ഈ വാഹനങ്ങൾ പലരായിട്ട് തന്നെ ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏറെക്കുറെ അത് ശരിയുമാണെന്ന് അന്വേഷണത്തിൽ ഈ സംഘത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തിരിമറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് തങ്ങളെ കുറ്റം പറയുക എന്നൊരു ചോദ്യവും ഇവർ ഉന്നയിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും അതെല്ലാം കോടതി പരിശോധിക്കുകയാണ്. നിലവിൽ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വാഹനങ്ങളുടെയും രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ, സംശയിക്കുന്ന വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇത്തരം ഓരോ വാഹനങ്ങൾ വിട്ടു നൽകുന്നതിലൂടെ ഒരു ക്ലീൻ ചിറ്റ് നൽകുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഈ നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവർക്ക് വാഹനങ്ങൾ വിട്ടു നൽകാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ വാഹന ഉടമകൾക്ക് നൽകാം, വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നൽകാം. ആ ഒരു രീതിയാണ് ഇവിടെയും അനുവർത്തിച്ചിട്ടുള്ളത്. അതനുസരിച്ചാണ് വാഹനങ്ങൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഇപ്പോഴും വാഹനങ്ങളുടെ രേഖകളുടെ കാര്യത്തിലെല്ലാം തന്നെ പരിശോധനകൾ തുടരുന്നുണ്ട്. എവിടെയെങ്കിലും അതിൽ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും രീതികൾ പ്രവൃത്തികൾ ഉണ്ടായെന്ന് കണ്ടാൽ അത് കസ്റ്റംസിനെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് പിടിച്ചെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള വ്യവസ്ഥകളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങളും ചെയ്തിരിക്കുന്നത്. ടാനി, അതുപോലെ മറ്റു വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അമിത് ചക്കാലക്കലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങളുടെ കാര്യത്തിൽ അന്വേഷണം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഓപ്പറേഷൻ നുംകൂർ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മറ്റ് നിരവധി ആളുകളുടെ വാഹനങ്ങളും ഇത്തരത്തിൽ കസ്റ്റംസ് പിടികൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് അങ്ങനെ നിരവധി ആളുകളുടെ വാഹനങ്ങളൊന്നും പിടികൂടിയിട്ടില്ല. ഇതിൽ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിനുമാണ് പ്രധാനമായിട്ടും നടപടികളെല്ലാം തന്നെ നേരിടേണ്ടിയിരുന്നത്. അവരുടെ വാഹനങ്ങളായിരുന്നു പിടിച്ചെടുത്തത്. കേരളത്തിലുള്ള വാഹനങ്ങളുടെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലരിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അവരത്തരം ഇപ്പോൾ വ്യവസ്ഥകൾക്ക് പിടിച്ചെടുത്ത വാഹനങ്ങൾ കൂടുതലായി അമിത് ചക്കാലക്കലിൻ്റെയും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെയും പക്കൽ നിന്നുള്ള വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരുന്നത്. ആ വാഹനങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനങ്ങളുടെ രേഖകളുടെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഡാനിപ്പോളാണ് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ആൾ പിടിയിലായിരിക്കുന്നു. മിലിറ്ററി പോലീസും മിലിറ്ററി ഇന്റലിജൻസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. കൽക്കട്ട സ്വദേശിയാണ് പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. സാരംഗ് സുധാകരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇയാൾ എന്തിനായിരുന്നു അതിക്രമിച്ചു കയറിയത് എന്ന തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ?
കഴിഞ്ഞ ദിവസമായിരുന്നു അനുശ്രീ ഇത്തരത്തിൽ ഒരു അതിക്രമിച്ച് കയറാനുള്ളൊരു ശ്രമം ഇയാൾ നടത്തിയത്. ജാർഖണ്ഡ് സ്വദേശിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 25 വയസ്സുള്ള ഇയാൾ ചെറിയ മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് അതിക്രമിച്ച് കയറുന്നത് കണ്ട് മിലിറ്ററി പോലീസും പിന്നീട് മിലിറ്ററി ഇന്റലിജൻസ് അടക്കം ഇയാളെ അവിടെ നിന്നും പിടികൂടുകയായിരുന്നു. തുടർന്ന് രാത്രി തന്നെ ചോദ്യം ചെയ്യലും മറ്റും നടത്തിയെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ പൂജപ്പുര പോലീസിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇയാൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഇപ്പോഴും കൂടുതൽ വിവരങ്ങൾ പോലീസിനോ മിലിറ്ററി ഇന്റലിജൻസിനോ മിലിറ്ററി പോലീസിനോ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. കാരണം ഈ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ട് തന്നെ ഇയാളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേവശിഷാണ് അത്തരത്തിലാണ് ഇയാളുടെ പേര് പറഞ്ഞിട്ടുള്ളത്. ആ പേര് മാത്രമാണ് മനസ്സിലാക്കാൻ, പേരും ജാർഖണ്ഡ് സ്വദേശിയാണെന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതീവ സുരക്ഷാ മേഖലയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ഈ ഒരു റോഡ് മാർഗം ഗതാഗതം മാത്രമേ ഉള്ളൂ. അല്ലാതെ അകത്തേക്ക് മിലിറ്ററി ക്യാമ്പിനകത്തേക്ക് കയറാനോ മറ്റോ സാധാരണക്കാർക്കടക്കം അത്ര കണ്ട് എളുപ്പത്തിൽ കയറാൻ പോലും കഴിയില്ല. അത്രയും അതീവ സുരക്ഷിത മേഖലയാണ്. അവിടെയാണ് ഇയാൾ അതും രാത്രി അതിക്രമിച്ച് കയറിയത്. ഉടൻ തന്നെ മിലിറ്ററി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധിക സമയം അകത്തേക്ക് കയറി നിൽക്കാനോ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നീങ്ങാനോ ഒന്നും അയാൾക്ക് സാധിച്ചില്ല. മിലിറ്ററി പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം മിലിറ്ററി ഇന്റലിജൻസ് അടക്കം ചോദ്യം ചെയ്തു. പക്ഷേ ഇത്തരത്തിലൊരു മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇനി പോലീസിന്റെ കസ്റ്റഡിയിലാണ് തുടരുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം അതീവ സുരക്ഷാ മേഖലയായതുകൊണ്ട് തന്നെ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറഞ്ഞ് വിട്ടയക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. ഈ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് അറിയാം. ഇയാളുടെ സ്വദേശം, അതായത് കുടുംബം എങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തി, തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തി എന്നടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇയാളെ വിട്ടയക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. IB ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? കാരണം മാനസിക വിഭ്രാന്തിയുള്ള ആളാണെങ്കിൽ പോലും ഈ ഒരു അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇയാൾ കടന്നത്, എത്ര സമയം മിലിറ്ററി ക്യാമ്പിനകത്ത് ചെലവഴിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മിലിറ്ററി പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇയാളിപ്പോൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അനുശ്രീ, സാരംഗ, ഈ മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുമ്പോൾ അത്രത്തോളം സെക്യൂരിറ്റി ഉള്ളൊരിടം കൂടിയാണ്. അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നതിലും അപ്പുറം സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇയാൾ എവിടെ നിന്ന് എത്തി, എന്തിനു വേണ്ടി അതിനുള്ളിൽ കയറി, കേരളത്തിലേക്ക് വരാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പോൾ മാനസിക നില തെറ്റിയ ഒരാളെന്ന് പറയുമ്പോഴും അയാൾ എങ്ങനെ കേരളത്തിൽ എത്തി എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും അനുശ്രീ, അതുതന്നെയാണ്. കാരണം അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്തേക്കല്ല കയറിപ്പറ്റിയത്, മിലിറ്ററി ക്യാമ്പിലേക്കാണ്. തിരുവനന്തപുരത്ത് തന്നെ സുപ്രധാനപ്പെട്ട മിലിറ്ററിയുടെ സെറ്റിൽമെൻറ്റാണ് പാങ്ങോട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് സാധാരണക്കാർക്ക് പോലും അത്ര എളുപ്പത്തിൽ ആ ഭാഗത്ത് കയറാനോ അങ്ങനെ കയറിക്കൂടാനൊന്നും പറ്റാവുന്ന ഒരു സ്ഥലമല്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൃത്യമായി ഇയാൾ എത്തിപ്പെട്ടു എന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇതൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, ഈ ഒരു മാനസിക വിഭ്രാന്തി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഇയാളുടെ പിന്നാമ്പുറങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ, ഒരു ദേശീയ സുരക്ഷയെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ളതിൽ കൃത്യമായൊരു അന്വേഷണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇത് അദ്ദേഹം എത്ര സമയം അതിനകത്ത് ചിലവഴിച്ചു, എപ്പോഴാണ് അകത്തേക്ക് കയറിയത്, പിടികൂടുന്നതിന് മുൻപ് മിലിറ്ററി ക്യാമ്പിനകത്ത് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നടക്കം അറിയില്ല. കാരണം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ ശാസ്ത്രീയമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കൃത്യമായ വിവരങ്ങൾ അയാളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെയും മിലിറ്ററിയുടെ അടക്കം വിശദീകരണം വരുന്നത്. പക്ഷേ ഇതൊരു സുരക്ഷാ വീഴ്ചയായി കണക്കാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം, അതായത് ഉദ്യോഗസ്ഥ തലത്തിലും ഇയാൾ അകത്തേക്ക് കയറി എന്ന് പറയുന്നത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. അപ്പോൾ എങ്ങനെ കയറി, ഏത് ഭാഗത്തോടെ കയറി, ഇയാൾ എങ്ങനെ കേരളത്തിലേക്ക് എത്തി, കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഈ ഒരു മിലിറ്ററി ക്യാമ്പിലേക്ക് തന്നെ കൃത്യമായി എത്തുക എന്ന് പറയുന്ന ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മണിക്കൂറുകളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അതേപോലെ തന്നെ രഹസ്യമായിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സുരക്ഷാ വീഴ്ച പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഇതിലൊരു വിശദീകരണം മിലിറ്ററിയുടെയും ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം ഉള്ളൊരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മിലിറ്ററി പോലീസ് ആണെങ്കിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ഭാഗത്തു നിന്ന്, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന വ്യക്തിയാണ്. ഇയാൾക്ക് തിരുവനന്തപുരത്ത് മറ്റ് ബന്ധങ്ങളുണ്ടോ, ഇയാളുടെ കുടുംബം ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതടക്കമുള്ള ഇയാളുടെ കുടുംബാംഗങ്ങളും മറ്റ് വിവരങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായി വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണോ, അല്ലെങ്കിൽ ഇതിൽ മറ്റ് എന്തെങ്കിലും പിന്നാമ്പുറങ്ങളുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അനുശ്രീ.
സാരംഗ്, അതുപോലെ തന്നെ സാരംഗ് പറഞ്ഞതുപോലെ കൽക്കട്ടയിൽ ഇയാളുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്, കൽക്കട്ടയിൽ ഇയാളുടെ ചരിത്രം എന്തായിരുന്നു, കുടുംബം ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. കൂടാതെ കൽക്കട്ടയിലുള്ള ഒരാൾ ഇവിടെ എത്തുമ്പോൾ ഇയാൾക്ക് കേരളത്തിൽ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ, ആ ബന്ധം ഏത് തരത്തിലുള്ളതാണ് എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുകയാണോ? തീർച്ചയായും മനസ്സിലായി. ആദ്യം കൽക്കട്ട സ്വദേശി എന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മിലിറ്ററിയുടെ ഭാഗത്തു നിന്നടക്കമുള്ള വിശദീകരണം ജാർഖണ്ഡ് സ്വദേശി എന്നായിരുന്നു. അതിലടക്കം അതായത് ഈ ഒരു അതീവ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിലേക്ക് അടക്കം മിലിറ്ററി പുറത്തേക്ക് വിടുന്നില്ല. കാരണം ഇതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. മാത്രമല്ല ഉത്തരേന്ത്യൻ സ്വദേശി ആയതുകൊണ്ട് തന്നെ നിലവിൽ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളടക്കം താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവർ നിരവധിയുണ്ട്. അവർ കൂട്ടമായി താമസിക്കുന്ന പല മേഖലകളും ഉണ്ട്. അവിടെ നിന്നാണോ ഇയാൾ ഈ ഒരു ക്യാമ്പിലേക്ക് എത്തിയത്, ആ പരിസര പ്രദേശം ഏതെങ്കിലും ഭാഗത്തുള്ള അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഭാഗത്ത് നിന്നും ഇയാൾ എത്തിയതാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഉത്തരേന്ത്യൻ സ്വദേശി എന്ന് പറയുമ്പോഴും കേരളത്തിലുടനീളം ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ താമസിച്ച് ജോലി ചെയ്ത് മക്കളടക്കം ഇവിടെ പഠിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപേ കേരളത്തിൽ ഇയാളുടെ ബന്ധം, കേരളത്തിൽ എങ്ങനെയാണ് ഇയാൾ എത്തിയതെന്നും കേരളത്തിൽ ഇയാൾക്ക് ബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് എത്തിയതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇയാളുടെ ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഉത്തരേന്ത്യയിലടക്കം കാര്യങ്ങൾ അന്വേഷണത്തിലേക്ക് കടക്കുക. കാരണം ഇത് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ IB അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജാർഖണ്ഡും കൽക്കത്തയും അടക്കം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മിലിറ്ററിയുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു സുരക്ഷാ വീഴ്ചയുടെ ഒരു വിഷയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും അന്വേഷണം ഉണ്ടാകും. അകത്തു നിന്നാണ്, അതായത് മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്ത് നിന്ന് ഇയാളുടെ പിടികൂടി കയറാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ പിടികൂടുന്നത് പോലെയല്ല മിലിറ്ററി ക്യാമ്പിന് അകത്ത് നിന്ന് പിടികൂടുന്നത്. അത് അതീവ സുരക്ഷാ വീഴ്ചയാണ്. അദ്ദേഹം അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. മാത്രമല്ല മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇയാളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇയാളെ ഒപ്പം കൂട്ടി ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ അടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അതീവ ഗൗരവമുള്ളൊരു വിഷയമായി നിലനിർത്തിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിൽ സംസ്ഥാന പോലീസിൻ്റെയും സഹകരണമുണ്ട്. ഈ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് മണിക്കൂറുകളടക്കം കാത്തിരിക്കേണ്ടി വരും. അതിലും സ്ഥിരീകരണം, ഈ ഒരു സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം പുറത്തേക്ക് വരാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ശരി, സാരംഗ് സുധാകരനാണ് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതീവ സുരക്ഷ നിലനിൽക്കുന്ന ഒരിടം കൂടിയാണ് മിലിറ്ററി ക്യാമ്പൊക്കെ. അവിടെ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിലുണ്ടായ ശ്രമം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ ഇനി വരും നിമിഷങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് കരുതാം. സാരംഗാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. സദേൺ സ്കൈസ് ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ സദേൺ സ്കൈസ് എയറോഡൈനാമിക്സ് എന്ന സ്ഥാപനത്തിനാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിച്ചതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഈ അഡ്വഞ്ചർ ടൂറിസം ഒക്കെ അത്രയധികം പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു വീഴ്ച സംഭവിക്കുക എന്നത് വലിയൊരു കുറ്റമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചത്? നിലവിൽ എന്താണ് സാഹചര്യം?
ശ്രീ, തീർച്ചയായും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ സ്വകാര്യ സ്ഥാപനം സ്വീകരിച്ചില്ല എന്ന് തന്നെ വലിയൊരു വീഴ്ചയാണ്. എന്തായാലും സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ ഇവിടെ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകളില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ സദേൺ സ്കൈസ് എയറോഡൈനാമിക് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സോജൻ, പ്രവീൺ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ശേഷം ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ കുട്ടികളടക്കമുള്ളവരുടെ സംഘം ഇവിടെ ഇതിൽ കുടുങ്ങുകയായിരുന്നു. ഈ വിനോദസഞ്ചാരികളും ഒപ്പം സ്ഥാപനത്തിലെ ജീവനക്കാരിയും ഉണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഇവർ ഈ ക്രെയിനിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാബിൽ കുടുങ്ങിയൊരവസ്ഥയിലായിരുന്നു. ഈ ക്യാബിന്റെ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്നാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കൃത്യമായി ഇടപെടൽ നടത്താൻ സ്ഥാപനത്തിന് സാധിച്ചില്ല. ഈ കുടുങ്ങിയ സഞ്ചാരികളെ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതായത് ക്യാബിന്റെ ഉണ്ടായ തകരാറുകൾ പരിഹരിക്കുന്നതിനോ ഉടൻ തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കാനോ സാധിച്ചില്ല. ഒപ്പം ഇവർ ഫയർഫോഴ്സിൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ, പോലീസിലോ ഫയർഫോഴ്സിലോ ഒന്നും വിവരങ്ങൾ കൈമാറിയുമില്ല. അവർക്ക് രക്ഷാപ്രവർത്തനം വേഗത്തിൽ എത്തിക്കാനുള്ള സാഹചര്യം അവർ ലഭിച്ചതുമില്ല. മറ്റു മാർഗങ്ങളിലൂടെ, അതായത് ജില്ലാ കളക്ടർ അറിയിച്ചതനുസരിച്ചാണ് മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഏകദേശം 2 മണിക്കൂറോളം സമയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. മൂന്നാറിൽ നിന്നും അധികം ദൂരമല്ലാത്തൊരു പ്രദേശമാണ് ആലച്ചാൽ. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്ന ഉടനെ തകരാറുകൾ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവർക്ക് ഈ വിവരങ്ങൾ പോലീസിനെ ഫയർഫോഴ്സിനെ ഒക്കെ കൈമാറാനായിരുന്നു. എന്നാൽ അവർ തയ്യാറായില്ല. അത് വലിയ ഗുരുതരമായ ഒരു ക്രമക്കേടാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെയും നടത്തിപ്പുകാർക്കെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനുശ്രീ, പ്രിൻസ്, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു സുരക്ഷാ വീഴ്ചയല്ലേ ഇത്രയും ഉയരത്തിൽ സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ കയറ്റിവിടുമ്പോൾ അവർ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും അവർ ചെയ്തില്ല. അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയില്ല. ഇത് സുരക്ഷിതമാണോ എന്ന് നോക്കിയില്ല. അങ്ങനെ നിരവധി തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്താണ് ഇതിനൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അനുശ്രീ, ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഇവർ ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് കൃത്യമായി കാര്യക്ഷമമായി അതേ സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇവർ അറിയിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല എന്നത് മാത്രമല്ല, ഇവർ കൃത്യമായി ഈ ഒരു അപകടമൊക്കെ നടക്കുക സാധാരണഗതിയാണ്. അതായത് സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടാവാം, അതിനുള്ള ക്രമീകരണങ്ങൾ, അത് പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവണം. എന്നാൽ അത് സാധിക്കാതെ വരുന്ന സമയത്തെങ്കിലും ഇവർ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കും. പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങളുടെ ഫയർഫോഴ്സ് സംഘത്തിന്റെ പോലീസിലേക്ക് വിവരം അറിയിക്കുക ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി ഇവർക്കുണ്ട്. അത് ഇവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇവരെ പുറത്തിറക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിക്കുകയും ഒപ്പം ഇതിന്റെ തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം ഫയർഫോഴ്സ് സംഘത്തിനെയും ഒക്കെ വിവരം അറിയിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇതിന് ഇവർ തയ്യാറായില്ല. ഫയർഫോഴ്സിനെയോ പോലീസിനെയോ വിവരം അറിയിച്ചില്ല. മറ്റു മാർഗങ്ങളിലൂടെ ജില്ലാ കളക്ടർ അറിയുകയും ഈ വിവരം ഫയർഫോഴ്സിന് കൈമാറുകയുമായിരുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സ് സംഘം മൂന്നാറിൽ നിന്ന് ആനച്ചാലിലെത്തിയത്. ഇതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനും സാധിച്ചില്ല. ഇവർ പരിഹരിക്കാൻ ശ്രമിച്ചതെങ്കിൽ പോലും കൃത്യമായി ആ സമയത്തിനുള്ളിൽ പരിഹരിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അനുശ്രീ, മീൻസ് അതുപോലെ ഇവർ എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടമുണ്ടായ സമയത്ത് തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചില്ല എന്നുള്ളത് അവിടെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ല അവർ മുൻകൂട്ടി ഇവരെ അറിയിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഒരു അപകടം സംഭവിച്ച സാഹചര്യത്തിൽ തന്നെ ഫയർഫോഴ്സിനെയോ പോലീസിനെയോ അറിയിക്കാതിരുന്നിട്ടുണ്ടാവുക. തീർച്ചയായും അത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു അപകടം നടന്ന ഉടനെ അത് കൃത്യമായി അധികൃതരെ അറിയിക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഫയർഫോഴ്സിനെ ഈ ഒരു അപകടത്തിൽ നിന്ന് ഇവരെ സുരക്ഷിതരായി താഴെ ഇറക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അറിയിക്കണം. വിനോദസഞ്ചാരികളാണ്, കുട്ടികളടക്കമുള്ളവരുണ്ട്, ഒപ്പം അവരുടെ ജീവനക്കാരിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലതാമസം കൂടാതെ സമയനഷ്ടവും കൂടാതെ കുട്ടികൾ ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും വളരെ നേരം ഈ 2 മണിക്കൂറിലോളം ഇവർ ഈ ട്രെയിനിൽ ഇങ്ങനെ ഈ ക്യാബിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികൾ പരിഭ്രാന്തരാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സംഭവം നടന്ന് ഇത് മനസ്സിലാക്കിയ സമയത്ത്, അതായത് ക്യാബിനിൽ തകരാറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത്, സെൻസറിങ് കംപ്ലൈന്റ് ഉണ്ടെന്ന് ഇവർക്ക് കണ്ടെത്തിയ സമയത്ത് തന്നെ ഇവർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും അവരുടെ സഹായം തരികയും ചെയ്യണമായിരുന്നു. അതിന് അവർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനും സാധിച്ചില്ല. ഇവർ അതിന് ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സെൻസറിങ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രതിസന്ധി എന്താണെന്ന് ഇവർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് അധികൃതരെ അറിയിച്ചില്ല. അത് കൃത്യമായി ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കാതിരുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചത്.
പ്രിൻസ്, ഈ ആകാശ ഭക്ഷണശാല പോലുള്ള അഡ്വഞ്ചർ ടൂറിസം അതിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ കുട്ടികളടക്കമുള്ള ആളുകളെ വളരെ പണിപ്പെട്ട് ഫയർഫോഴ്സ് സംഘം താഴെ ഇറക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് വിനോദസഞ്ചാര മേഖലയെ കൂടി വളരെയധികം നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ? അനുശ്രീ, തീർച്ചയായും ഇത്തരത്തിലുള്ള ആകാശ ഭക്ഷണശാല എന്നുള്ള ഒരു സംവിധാനം മൂന്നാർ മേഖലയിൽ ആദ്യമായുള്ള ഒരു സംവിധാനമാണ് ഇത്. എന്നാൽ അതോടനുബന്ധമായി പലവിധ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ രാമക്കൽമേട്, തേക്കടി, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ നൂതനമായ വിനോദസഞ്ചാര ആക്ടിവിറ്റികൾ എത്തുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടെ വിവിധ കാര്യങ്ങൾ ഇത്തരത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം സ്വകാര്യ നിക്ഷേപകരുടെ ഭാഗത്തുനിന്നും നിരവധി ഇത്തരം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്കും വലിയ തോതിൽ സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ചുമതല ഇതിന്റെ നടത്തിപ്പുകാരാണ്. പല സാഹചര്യങ്ങളും ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിനായി ഇത്തരത്തിൽ ആകാശ ഡൈനിങ് സംവിധാനത്തിലുണ്ടായ പാളിച്ച എന്നുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ ജീപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഒപ്പം മറ്റ് ട്രക്കിംഗ് ക്യാമ്പിംഗ് സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല രീതിയിലുള്ള പ്രതിസന്ധികൾ പല സമയത്തും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവരൊന്നും കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികളെ സംബന്ധിച്ച് അധികൃതമായി പങ്കുവയ്ക്കാറില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കൃത്യമായി ഇവർക്ക് ഒരു മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ പോലും ചിലപ്പോൾ അധികൃതർക്കും സാധിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. അനുഭവിച്ചത്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അഡ്വഞ്ചർ ടൂറിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ അത്രത്തോളം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണിത്. വിനോദസഞ്ചാരികളൊക്കെ അഡ്വഞ്ചർ ടൂറിസം തേടി ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഇടുക്കിയിൽ തന്നെ ഉണ്ടാകുന്നത്. ഇത് വിനോദസഞ്ചാര മേഖലയെ തന്നെ വളരെ നെഗറ്റീവായി ബാധിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.